ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ നമ്മളെ പുതിയാപ്പയിലേക്കാണ്. പുതിയാപ്പയിലെ അമ്പലത്തിൽ ഭഗവതി ക്ഷേത്രത്തിൽ മണ്ഡല മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ മെയിനായിട്ട് ആ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയാട്ടോ പോകുന്നത്. അപ്പം നമ്മളെ കൂടെ ഒരാളും കൂടി ഉണ്ട്, നമ്മളെ വാമിക്കുട്ടി. അപ്പം നമ്മൾ വാമിക്കുട്ടിയും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. ആ വാമിക്കുട്ടിക്കും കൂടി ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമല്ലോ. അവർക്ക് മക്കൾക്ക് ശരിക്കും ഇഷ്ടപ്പെടും കേട്ടോ ഇങ്ങനത്തെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ അവർക്ക് രണ്ടാൾക്കും, വേദുവിനും വാമിക്കുട്ടിക്കും ഒരുപാട് ഇഷ്ടമായി കേട്ടോ അവിടെ പോയത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ അത്യാവശ്യം നല്ല രീതിക്ക് തിരക്കുണ്ടായിരുന്നു കേട്ടോ. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. നമ്മൾ കുറേ നേരം ബ്ലോക്കിൽ കിടന്നേരെയാണ് പിന്നെ ഇങ്ങനെയൊക്കെയോ നമ്മൾ ബൈക്കിലായതുകൊണ്ട് പിന്നെ ഇങ്ങനെയൊക്കെയോ ഗ്യാപ്പ് കൂടെ നുഴഞ്ഞ് പോയതാണ്. ഉത്സവം നടക്കുന്ന ആ ഒരു അമ്പലത്തിൻ്റെ ചുറ്റും ഭയങ്കര തിരക്കായിരുന്നു. അവിടെ ചെണ്ടക്കൊട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പുറത്ത് ഗ്രൗണ്ടിൽ ആ ഒരു മൈതാനത്തിൽ എന്തോ തിരുവാതിരക്കളിയൊക്കെ നടക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ അവിടെയൊക്കെ ഭയങ്കര തിരക്കായതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ നിന്നില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ ഇങ്ങനെ വീഡിയോസ് എടുത്തെന്ന് മാത്രം. നമ്മൾ കുറച്ച് തിരക്കൊഴിഞ്ഞ ഒരു ഗ്യാപ്പുള്ളൊരു സ്ഥലം കണ്ടു. അപ്പം ജസ്റ്റ് ഒന്ന് അവിടെ ഇറങ്ങി ജസ്റ്റ് ഒന്ന് എന്തായാലും പോയതല്ലേ വിചാരിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് നടന്നേരെ പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ കയറി പോന്നു കേട്ടോ. എത്ര തിരക്കായാലും പക്ഷേ ഇത് നമ്മൾ പോവാതിരുന്നാൽ അതൊരു നഷ്ടമായി പോയെന്ന് തോന്നി. അത്രയും നമ്മളെ മൈൻഡൊന്ന് ഫ്രഷ് ആക്കുന്ന പോലെ ആ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇടയിൽ കൂടെ നമ്മൾ വണ്ടിയിലായാലും കുറേ ദൂരം ഇങ്ങനെ പോകുമ്പം ആ ഒരു വൈബ് അടിപൊളിയായിരുന്നു. വാമിക്കുട്ടി ഇതാ ശരിക്കും ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൈറ്റിങ് ഇതാ വേദൂസ് ഫ്രണ്ടിലിരുന്ന ആളും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ലൈറ്റിങ്ങൊക്കെ കണ്ട് ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. എന്താണിത് എന്നുള്ള രീതിയിൽ മാമിക്കുട്ടിയില്ലേ ഇങ്ങനെ നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാ ലൈറ്റ് കണ്ടോ വല്യമ്മ കണ്ടോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താ ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഒരു ഏരിയ ആണ് അമ്പലത്തിൻ്റെ ഏകദേശം അടുത്തുള്ള ഏരിയ. ആ ഒരു മൈതാനാണിത്. അവിടെ ലൈറ്റൊക്കെ ഉള്ളിടത്ത് എന്തോ തിരുവാതിരക്കളി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത്രയും തിരക്കാണ്, ജനമാണ്. അതുകൊണ്ട് നമ്മൾ അവിടെ ഇറങ്ങാൻ നിന്നില്ല. ഇപ്പുറത്ത് കണ്ടതാണ് അമ്പലത്തിൻ്റെ അവിടെയും ചെണ്ടകൊട്ട് കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയും വൻ ജനമാണ്. അതുകൊണ്ട് നമ്മൾ അവിടെ ഇറങ്ങിയാലും മക്കളെയും കൊണ്ട് ഇറങ്ങിയാൽ നല്ല പണി കിട്ടും. അതുകൊണ്ട് നമ്മൾ അവിടെ ഇറങ്ങാൻ നിന്നില്ല. ജസ്റ്റ് പിന്നെയും നമ്മൾ ഫ്രണ്ടിലേക്ക് വണ്ടി കൊണ്ട് പോയിട്ടോ. പിന്നെ കുറേ കൂടി മുന്നോട്ട് എത്തിയാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പം ഈ ലൈറ്റിംഗ് ഒക്കെ കണ്ടോ, ഇത് നമ്മൾ മുമ്പ് പോയപ്പം ഈ ലൈറ്റിംഗ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇതൊക്കെ പുതുതായിട്ട് കൊണ്ടുവന്നതാണ്. അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു ഇത് കാണാൻ. ഇതിങ്ങനെ തുണിയിൽ ഇങ്ങനെ എന്തോ സംഭവം സ്ട്രിപ്പ് ലൈറ്റ് പോലെ ഇങ്ങനെ കൊടുത്തത്, അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഡിസംബർ 18 തൊട്ടിട്ട് ഡിസംബർ 26 വരെ അത്രയും ദിവസം നീണ്ടു നിൽക്കുന്ന വലിയൊരു മഹോത്സവം കേട്ടോ അത്. സത്യം പറഞ്ഞാൽ ഇത്രയും വലിയൊരു മഹോത്സവം ഇത്രയും ദിവസത്തെ ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടന്നിട്ടും ഞങ്ങൾ ആ ഒരു ഭാഗത്തേക്കൊന്നും ഇതിനെക്കുറിച്ച് വലിയൊരു അറിവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനും ഇത് അറിയുന്നത് എൻ്റെ കല്യാണത്തിന് ശേഷമാണ്, എൻ്റെ കൂടെ പോകുമ്പോഴാണ്. കുറച്ച് ദൂരം മുമ്പോട്ട് പോയാൽ നമ്മളിതാ ഏകദേശം ഒരു ഒഴിഞ്ഞ സ്ഥലം നോക്കി വണ്ടി നിർത്തിയിട്ട് നമ്മൾ മെല്ലെ ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ദൂരം നടന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ വാമിക്കുട്ടിയും വേദൂസും എൻ്റെ കയ്യും പിടിച്ചിങ്ങനെ നടന്നുകൊണ്ടിരിക്കാൻ. അങ്ങനെ ഈ വാമിക്കുട്ടീൻ്റെ കാര്യം എന്ന് വെച്ചാൽ ആൾക്ക് ഭയങ്കര വൃത്തിക്കാരിയാണ്. ഇതാ കണ്ടോളൂ, ഇപ്പം മണലാണ് അവിടെ ഫുള്ള്. നമ്മളെ ബീച്ച് ഏരിയ ആയതുകൊണ്ട് തന്നെ മണലാണ്. അങ്ങനെ ചെരുപ്പിലെന്തോ മണൽ കയറി പിന്നെ അവൾ നിലത്ത് നിൽക്കുന്നേ ഇല്ല. അങ്ങനെ പിന്നെ ഞാൻ എടുത്തു കേട്ടോ. അങ്ങനെ ഞാൻ എടുത്ത് നടന്ന് അങ്ങനെ കുറച്ച് ദൂരം ഞാൻ എടുത്ത് നടന്നപ്പം നമ്മളെ വേദൂസ് നടക്കുന്നത് കണ്ടപ്പം ആൾക്ക് പിന്നെയും നിലത്തിറങ്ങി നടക്കണം. അങ്ങനെ പിന്നെയും എൻ്റെ കയ്യിൽ നിന്ന് കീഞ്ഞിറങ്ങി നിലത്തിറങ്ങി നടക്കുക. അപ്പം നല്ല രസമുണ്ടായിരുന്നു ആളെ കൂടെ ഇങ്ങനെ പോവാൻ. പക്ഷേ ആളില്ലേ അമ്മേനെ ചോദിച്ച് കരയേ പപ്പേനെ ചോദിച്ച് കരയേ ഒരു പ്രശ്നവും ആൾക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ.
നടന്ന് തളർന്നേരെ പിന്നെ നമ്മൾ നേരെ വണ്ടിയിൽ കയറിയിട്ടോ. പിന്നെ നമ്മൾ വിടാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം തണുപ്പൊക്കെ തുടങ്ങുന്നുണ്ടായിരുന്നു, രാത്രിയായി തുടങ്ങിയപ്പം. അങ്ങനെ ഇതാ ഏകദേശം 9-9:30 ആയിട്ടുണ്ട്. ഇപ്പോഴും നല്ല രീതിക്ക് ബ്ലോക്കാട്ടോ, അമ്പലത്തേക്കുള്ള ആ ഒരു റോഡാണിത്. നല്ല രീതിക്ക് ഇതാ ബ്ലോക്ക് ഉണ്ട്. ഇവരൊക്കെ എപ്പോൾ അവിടെ എത്തുമോ ആവോ. അപ്പം നമ്മളെ വാമിക്കുട്ടി ഫുൾ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ബൈക്ക് യാത്ര ആൾക്ക് ശരിക്കും ഇഷ്ടമാണെന്ന് തോന്നുന്നു. അതിങ്ങനെ എൻജോയ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതും കൂടി കണ്ടപ്പം നല്ല രസമുണ്ടായിരുന്നു. നല്ല ഗോഷ്ടികളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ആളെ കൂടെ ഇങ്ങനെ ചിലവഴിക്കാൻ ടൈം. അപ്പം നമ്മൾ ഈ കറക്റ്റ് ലൊക്കേഷൻ വരുന്ന എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ കോഴിക്കോട് ഹാർബറിൻ്റെ അടുത്താണ്, പുതിയാപ്പ ഹാർബറിൻ്റെ അടുത്താണ് ഈ ഒരു അമ്പലവും ഈ ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം നിങ്ങൾ കാണാത്തവരൊക്കെ ആണെങ്കിൽ വന്ന് കാണാൻ ശ്രമിക്കുക. ഇനി എല്ലാ വർഷവും ഉണ്ടാവും. അപ്പം നിങ്ങൾ എല്ലാ വർഷവും വന്ന് ആസ്വദിക്കുക, മനസ്സ് നിറയൂ കേട്ടോ. അത്രയും ഭംഗിയാണ് കാണാൻ. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം നമ്മളെ വീഡിയോസ് നമ്മളെയൊക്കെ ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ. ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്, കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പം നമ്മൾ പുതിയൊരു വീഡിയോസുമായിട്ട്, നല്ല അടിപൊളി വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും വരാൻ ശ്രമിക്കാം. അതുവരേക്കും ബൈ ബൈ.